പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. യഹൂദയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകവും ഭയപ്പെടുത്തുന്നതുമായ ഒരു ഘട്ടം. രാജാവായ ഹിസ്കിയാവിന് സ്വന്തം ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ പരിഹരിക്കുവാൻ കഴിയാത്തത്ര വലിയ പ്രതിസന്ധിയായിരുന്നു അത്. അക്കാലത്ത് സൈനിക ശക്തിയായിരുന്ന അശൂർ സൈന്യം യെരുശലേമിനെ വളയുകയും അവരുടെ രാജാവായിരുന്ന സനഹെരേബ് ദൈവത്തെ പരിഹസിച്ച് വലിയ ഭീഷണികൾ മുഴക്കുകയും ചെയ്തു. എങ്ങും നിരാശകൾ പടർന്ന ആ നിമിഷം ഹിസ്കിയാവ് തന്റെ ആയുധങ്ങളിലോ സൈന്യത്തിലോ അല്ല ആശ്രയിച്ചത്. അവർ നേരെ ദേവാലയത്തിലേക്ക് ചെന്ന് തന്റെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞ് വിനയത്തോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിന്റെ മറുപടിയാണ്, നീ എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടിരിക്കുന്നു. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് ഈ വാക്കുകൾ നമുക്ക് ഉറപ്പ് നൽകുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മാറ്റങ്ങൾ പുറമേ കണ്ടു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദൈവം ആ വിഷയങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. ദൈവം മൗനമായിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നുമ്പോൾ പോലും അവൻ നമുക്കായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമിയിലെ നിശബ്ദത ദൈവത്തിന്റെ അസാന്നിധ്യമല്ല, മറിച്ച് അവന്റെ വലിയ ഇടപെടലിനുള്ള ഒരുക്കമാണ്. പ്രാർത്ഥന എന്നത് വെറുമൊരു ശീലമല്ല, മറിച്ച് പ്രപഞ്ചനാഥന്റെ ശക്തിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. കടബാധ്യതകൾ, മാറാരോഗങ്ങൾ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയാനകമായ ആശങ്കകൾ. ഈ സമയത്തെല്ലാം പ്രാർത്ഥന നമ്മുടെ ശ്രദ്ധയെ പ്രശ്നങ്ങളുടെ വലുപ്പത്തിൽ നിന്ന് മാറ്റി ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് തിരിക്കുന്നു. അത് നമ്മുടെ ഉള്ളിൽ സമാധാനവും പുതിയ ധൈര്യവും നമുക്ക് നൽകുന്നു. ഹിസ്കിയാവിനെ പോലെ നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ നാമും ദൈവസന്നിധിയിൽ വിനയത്തോടെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ ആശ്രയിപ്പാനും പഠിക്കണം. ഭയം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ദൈവം കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ച് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ യുദ്ധം ദൈവത്തിൻ്റെതായി മാറുന്നു. സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നറിയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധികൾ എന്തു തന്നെ ആയിരുന്നാലും അത് ദൈവത്തിന്റെ സന്നിധിയിൽ വയ്ക്കുക. സനഹെരേബിന്റെ സൈന്യത്തെ ഒരു ദൂതനെ അയച്ച് പരാജയപ്പെടുത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അവൻ കൃത്യസമയത്ത് മറുപടി നൽകുകയും നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുകയും ചെയ്യും. നമ്മുടെ നിലവിളികൾ സ്വർഗത്തിലെത്തുമ്പോൾ ഭൂമിയിലെ പ്രതിസന്ധികൾക്ക് അവയുടെ സ്വാധീനം നഷ്ടപ്പെടും. ഗോഡ് ബ്ലസ് യു.